ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ സ്ഥാനമൊഴിഞ്ഞു. രാഷ്ട്രപതിക്ക് രാജിക്കത്തയച്ചു. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 67A പ്രകാരമാണ് രാജിക്കത്ത് നൽകിയത്. നേരത്തെ പശ്ചിമബംഗാൾ ഗവർണർ ആയിരുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപനും ന്യൂസ് ഡെസ്കിൽ നിന്ന് ഗൗതം അനന്തനാരായണനൊപ്പം ചേരും. ആദ്യം നന്ദഗോപനിലേക്ക്. നന്ദഗോപൻ, എന്തുകൊണ്ട് രാജി? കൃഷ്ണജ് 14ാമത്തെ ഉപരാഷ്ട്രപതിയായി പ്രവർത്തിച്ചു വരികയെ അദ്ദേഹത്തിന് ആരോഗ്യ കാരണങ്ങളാണ് അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഡെറാഡൂണിലൊരു പരിപാടി ഉണ്ടായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം കുഴഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായിരുന്നു. അടിക്കടി അദ്ദേഹത്തിന് നിരന്തരം ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഉപരാഷ്ട്രപതിയുടെ ഓഫീസ് വ്യക്തമാക്കിയത്. അത് കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ ഉചിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാനത്ത് ഇരിക്കുന്നതിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനം തുടർന്ന് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രപതിക്ക് രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. തികച്ചും ആരോഗ്യപരമായ കാരണങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് പ്രധാനമായും ഉപരാഷ്ട്രപതിയുടെ ഓഫീസ് ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം നമുക്കറിയാം, ഉപരാഷ്ട്രപതി എന്ന നിലയിൽ മാത്രമല്ല രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ മികവുറ്റ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് സഭ പലപ്പോഴും നമുക്കറിയാം, രാജ്യസഭ എപ്പോഴും കഴിഞ്ഞ കാലയളവിലൊക്കെ തന്നെ കോൺഗ്രസ്സിന് അവിടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയങ്ങളിലൊക്കെ തന്നെ എപ്പോഴും വളരെ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാകുന്ന സഭയെ കാര്യമായി തന്നെ നിയന്ത്രിച്ചുകൊണ്ട് തൻ്റെ ചൂണ്ടുവിരലിൽ തന്നെ ആ സഭയെ മുഴുവൻ ഒന്നടങ്കം അദ്ദേഹം അച്ചടക്കത്തോടുകൂടി ഇരുത്തുന്ന ഒരു സാഹചര്യം. സഭ പ്രക്ഷുബ്ധമാകും അല്ലെങ്കിൽ ഒരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നുള്ള പക്ഷം വരുമ്പോൾ അത്തരം അംഗങ്ങളെ പുറത്താക്കുകയും അവരെ സസ്പെൻഡ് ചെയ്യുന്നതടക്കം ഉള്ള കർക്കശമായ നടപടിയും അദ്ദേഹം സ്വീകരിച്ചിരുന്നു. അതായത് ഒരു തരത്തിൽ സൗമ്യനായ അധ്യക്ഷനും മറ്റൊരു തരത്തിൽ കർക്കശക്കാരനായ അധ്യക്ഷനുമായിരുന്നു അദ്ദേഹം ഒരേപോലെ അല്ലെങ്കിൽ ഒരേ സമയം എന്ന് വേണം വിലയിരുത്താൻ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ശരിക്കും വളരെ വലിയ പാഠമാക്കേണ്ടതാണ്. 1989 അദ്ദേഹം ജനതാദളിലൂടെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. ജാട്ട് നേതാവ് എന്ന നിലയിൽ ചൗധരി ദേവിലാലിൻ്റെ അനുയായിയായി അദ്ദേഹം എത്തി രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടക്കുന്നു. പിന്നീട് അദ്ദേഹം കേന്ദ്രമന്ത്രി പദത്തിലേക്ക് എത്തുന്നു. കേന്ദ്രമന്ത്രി പദത്തിലിരുന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് 1991 അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് പോകുന്നു. അങ്ങനെ കോൺഗ്രസ്സിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുമ്പോഴായിരുന്നു കോൺഗ്രസ്സിനെതിരെ അദ്ദേഹം അല്ലെങ്കിൽ കോൺഗ്രസ്സിനകത്തെ ഐക്യമില്ലായ്മ അല്ലെങ്കിൽ ഏകാധിപത്യം, നെഹ്റു കുടുംബത്തിൻ്റെ കുടുംബവാഴ്ചയൊക്കെ തന്നെ തുറന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം കോൺഗ്രസ് വിട്ടുകൊണ്ട് 2003 അദ്ദേഹം BJP എത്തുന്നു. BJP അദ്ദേഹം രാജസ്ഥാനിലെ വളരെ പ്രബലമായ ഒരു BJP നേതാവ് എന്ന നിലയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം പശ്ചിമ ബംഗാൾ ഗവർണറായത്. 2019 അദ്ദേഹം പശ്ചിമ ബംഗാൾ ഗവർണറായപ്പോൾ അവിടെ വലിയ രീതിയിൽ ഈ ഭരണപക്ഷത്തിൻ്റെ തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ സർക്കാരിൻ്റെ നിരവധി നീതി നിഷേധം, പ്രത്യേകിച്ച് വർഗീയ ലഹളകൾ നിരന്തരം ഉണ്ടാകുന്ന പശ്ചിമ ബംഗാളിൽ മമതാ സർക്കാർ നടത്തുന്ന ഏകപക്ഷീയമായ നടപടി അദ്ദേഹം പലപ്പോഴും തുറന്നു കാട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ ഉപരി നിരന്തരം അദ്ദേഹം ഈ സർവകലാശാല, ഇപ്പോൾ കേരളത്തിലും അല്ലെങ്കിൽ തമിഴ്നാട്ടിലുമൊക്കെ തന്നെ നടക്കുന്ന ഈ ഗവർണർ അല്ലെങ്കിൽ സർക്കാർ പോര്, സർവകലാശാലകളെ ചൊല്ലിയുള്ള പോര്, ഇത് ആദ്യഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് അത് പശ്ചിമ ബംഗാളിലായിരുന്നു. ജഗദീപ് ധൻഖറുമായി ആയിരുന്നു നിരന്തരം മമതാ ബാനർജി ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നത്. ഈ സർവകലാശാല വിഷയത്തിൽ പല ബില്ലുകളിലും, സർവകലാശാലയുമായി ബന്ധപ്പെട്ട ബില്ലുകളിലും അല്ലാത്ത പല ബില്ലുകളിലും അദ്ദേഹം ഒപ്പിടാൻ മടിച്ചിരുന്നു. മമതാ സർക്കാരിൻ്റെ തെറ്റ്, ശരിയില്ലായ്മ അദ്ദേഹം പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിരുന്നു. മാത്രമല്ല ഒടുവിൽ ഈ സർവകലാശാലയുടെ ചാൻസലർ സ്ഥാനത്ത് നിന്നും പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ ഗവർണറെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായി. പിന്നീടാണ് അദ്ദേഹത്തെ 2023 കൂടി അദ്ദേഹത്തെ ഈ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കുന്നതും അവിടെ അദ്ദേഹം 324 വോട്ടുകൾക്ക് വിജയം കൈവരിക്കുകയും ചെയ്യുന്നതും. ഈ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി ആയതിനു ശേഷം അദ്ദേഹം നമുക്കറിയാം വിവിധ സംസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുകയുണ്ടായി. ഏറ്റവും ഒടുവിലായി നമുക്കറിയാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തി. കേരളത്തിൽ പല സ്ഥലങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തി. വളരെ സൗമ്യനായ ഒരു നേതാവ് അല്ലെങ്കിൽ വളരെ സൗമ്യനായ ഒരു വലിയ സുഹൃത്ത് എന്ന നിലയിൽ, അല്ലെങ്കിൽ പലരും അടുത്തിടപഴകിയ MP-മാരടക്കം വ്യക്തമാക്കുന്നത് അവരോട് വളരെ ഒരു അടുത്ത സുഹൃത്ത് എന്ന നിലയിലായിരുന്നു അദ്ദേഹം പെരുമാറിയിരുന്നത്. ശരിയാണ് ഗൗതം, ഈ സൗഹൃദത്തിൻ്റെ കഥകളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. കാരണം ഇദ്ദേഹം എപ്പോഴും പഴയ സൗഹൃദങ്ങളെപ്പോലും ചേർത്ത് പിടിച്ചിരുന്ന ഒരാളാണ്. ഇന്ന് നമ്മൾ സ്ക്രീനിൽ കണ്ടതാണ്. ഒരു വശത്ത് സദാനന്ദൻ മാസ്റ്റർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മറുവശത്തെ വിൻഡോയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാവം നമ്മൾ കണ്ടതാണ്. എത്രമാത്രം പുതിയൊരാൾ
സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിനെ അദ്ദേഹം തൻ്റെ ഭാവങ്ങൾ കൊണ്ട് വരവേറ്റു എന്നത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല നേരത്തെ ഈ നന്ദഗോപൻ പറഞ്ഞതുപോലെ ഉത്തരാഖണ്ഡിലെ ഒരു സർവകലാശാലയുടെ സുവർണ്ണ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ച ശേഷം അദ്ദേഹം പുറത്തേക്കിറങ്ങുമ്പോൾ സദസ്സിൽ തൻ്റെ പഴയ ഒരു സുഹൃത്തിനെ കാണുകയാണ്. അദ്ദേഹം 1989 ജഗദീപ് ധൻഖർ MP ആയിരിക്കുമ്പോൾ രാജസ്ഥാനിൽ നിന്നുള്ള MP ആയിരുന്നു മഹേന്ദ്ര സിംഗ് പാൽ. അദ്ദേഹത്തെ കണ്ട ഉടൻ വികാരാധീനനായി ചെന്ന് ചേർത്തു പിടിക്കുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം ആ ശരീരത്തിലേക്ക് ചായ്ച്ചു പോവുകയാണ്, ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അന്ന് അവിടുത്തെ രാജ്ഭവനിലാണ് അദ്ദേഹം തങ്ങിയതെന്ന് വായിച്ചു. അപ്പോൾ സൗഹൃദങ്ങളെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ഒരു മൃദുഭാവം, അതേസമയം തൻ്റെ നിലപാടുകളിൽ കാർക്കശ്യം കാട്ടിയിരുന്ന ആളാണ്. അത് ബംഗാൾ ഗവർണറായിരുന്ന സമയത്ത് പല വാർത്തകളിലൂടെ നമ്മൾ കണ്ടതുമാണ്. ഗൗതം. കൃഷ്ണ, അത് തന്നെയാണ് ജഗദീപ് ധൻഖർ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച മേഖലകളിലൊന്ന്. അദ്ദേഹം രാജ്ഭവനിലിരുന്ന പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനത്ത് കൊൽക്കത്തയിലെ രാജ്ഭവനിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ പശ്ചിമ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ അതിശക്തമായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം പശ്ചിമ ബംഗാളിൻ്റെ ചരിത്രം. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് ശേഷം പിന്നീട് അവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭരണം വരുമ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് കേഡറുകൾ തന്നെ TMCയിലേക്ക് മാറുന്നൊരു സാഹചര്യമായിരുന്നു. അതിനാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പശ്ചിമ ബംഗാളിൽ നടത്തിയിട്ടുള്ള കൊടും ക്രൂരതകൾ, ആയിരക്കണക്കിന് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രവർത്തകരെ കൊല്ലുകയും അതല്ലെങ്കിൽ ഈ പാർട്ടിക്ക് അപ്പുറത്തേക്ക് മറ്റൊരു സംവിധാനം വേണ്ട എന്ന നിലയിലുള്ള പ്രവർത്തനം, അത് ബംഗാളിൽ മമതയുടെ ഭരണത്തിലും നടക്കുന്നുണ്ട്. അതിനെതിരെ വലിയ തോതിൽ ശബ്ദമുയർത്തുകയും ഈ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കണം എന്ന നിലപാട് എടുക്കുകയും ഒക്കെ ചെയ്ത ഒരു ഗവർണറായിരുന്നു. ഒരുപക്ഷെ പൊതുവെ ആളുകൾ താരതമ്യം ചെയ്യുന്ന രണ്ട് ഗവർണർമാർ, ഒന്ന് പശ്ചിമ ബംഗാളിൻ്റെ അന്നത്തെ ഗവർണറായിരുന്ന ജഗദീപ് ധൻഖറയും കേരളത്തിൻ്റെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെയും തമ്മിലായിരുന്നു. കാരണം ഈ രണ്ടുപേരെയും പറ്റി പൊതുവെ പറയുന്നത് ഇവർ പ്രതിപക്ഷ നേതാക്കളാണ് എന്ന് മാധ്യമപ്രവർത്തകരൊക്കെ പൊതുവെ പറയുകയായിരുന്നു. കാരണം ഒരു പ്രതിപക്ഷ നേതാവ്, ഒരു ശക്തനായ പ്രതിപക്ഷ നേതാവ് ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ നിലയിൽ ആളുകളുടെ പ്രശ്നങ്ങൾ നേരിട്ട് ഇടപെടുകയും അല്ലെങ്കിൽ ഭരണകൂടം അനാവശ്യമായ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ അത് തെറ്റാണെന്ന് ആർജവത്തോടെ പറയുകയും ഒക്കെ ചെയ്ത് ഒരുപക്ഷേ മുൻപ് ഗവർണർമാർ പൊതുവെ അതൊരു റബ്ബർ സ്റ്റാമ്പ് പദവി പോലെയൊക്കെയാണ് മുൻകാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ റോളൊക്കെ എടുക്കുന്ന നിലയിലേക്ക് ഗവർണർ സ്ഥാനത്തെ ഉപയോഗപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ജഗദീപ് ധൻഖറും ആരിഫ് മുഹമ്മദ് ഖാനും അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ഗവർണർ അർലേക്കറും ഒക്കെ നമുക്ക് ആ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന വ്യക്തിത്വങ്ങൾ തന്നെയാണ്. എന്തായാലും പശ്ചിമ ബംഗാളിൻ്റെ ഗവർണറായിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം മമതാ ബാനർജിയുടെ ഈ സ്വേച്ഛാധിപത്യത്തിനും അതോടൊപ്പം തന്നെ ഭരണകൂട ഭീകരതയ്ക്കുമെതിരെ വലിയ തോതിൽ വാളെടുക്കുകയും അദ്ദേഹം പൊരുതുകയും ചെയ്തു. രാജ്ഭവൻ ആ കാലഘട്ടത്തിൽ അതിശക്തമായ ഇടപെടലുകൾ പശ്ചിമ ബംഗാളിൽ നടത്തിയിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ അവിടെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ തന്നെ ആകാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആകർഷിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ജഗദീപ് ധൻഖറെ പിന്നീട് 2022 ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDAയുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. BJP നേതൃത്വം നൽകുന്ന NDA 2022 ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ജഗദീപ് ധൻഖറെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ പ്രതിപക്ഷത്ത് ഏതാണ്ട് വിശാല പ്രതിപക്ഷ സഖ്യം ഒരുമിച്ച് മാർഗരറ്റ് അൽവ എന്ന മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി. വലിയ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന കോൺഗ്രസിൻ്റെ നേതാവാണ്. മുൻപ് ഗവർണറൊക്കെ ആയിരുന്ന മാർഗരറ്റ് അൽവ ഒരു ഭാഗത്തും മറുഭാഗത്ത് BJPയുടെ കാൻഡിഡേറ്റായ NDAയുടെ കാൻഡിഡേറ്റായ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറുമായിരുന്നു. എന്നാൽ ജഗദീപ് ധൻഖറിന് 74% വോട്ടാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് എന്നത് നമ്മൾ കാണേണ്ടതാണ്. അതായത് ജഗദീപ് ധൻഖർ എന്നത് ഭാരതത്തിൻ്റെ 14ാമത്തെ ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷങ്ങളിൽ ഒന്നാണ്. അതായത് 1992 ശേഷം ലഭിക്കുന്ന ഏറ്റവും കൂടിയ വോട്ടിംഗ് ശതമാനമാണ് 74% എന്നത്. അങ്ങനെ ഒരു ചരിത്ര വിജയം 2022 നേടിക്കൊണ്ടാണ് അദ്ദേഹം ഭാരതത്തിൻ്റെ 14ാമത്തെ ഉപരാഷ്ട്രപതിയായി 2022 ഓഗസ്റ്റ് മാസത്തിൽ ചുമതലയേറ്റത്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ 2027 ഓഗസ്റ്റ് വരെ അദ്ദേഹത്തിന് ആ ചുമതലയിൽ ഇരിക്കാമായിരുന്നു. ഇപ്പോൾ കണക്ക് നോക്കുകയാണെങ്കിൽ 2022 ഓഗസ്റ്റ് ആണെങ്കിൽ ഏതാണ്ട് 2.5 വർഷം മാത്രമാണ് തികഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് 2027 വരെ ആ പദവിയിൽ തുടരാമായിരുന്നു. പക്ഷേ വളരെ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ചില പ്രശ്നങ്ങളുണ്ട്. 74 വയസ്സാണ് അദ്ദേഹത്തിന് ഉള്ളത്. അതിനാൽ തന്നെ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി പദത്തിൽ നിന്നും ജഗദീപ് ധൻഖർ സ്ഥാനം ഒഴിയുന്നത്. അദ്ദേഹം രാഷ്ട്രപതിക്ക് അയച്ച കത്തിൽ ഈ കാലയളവിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പറ്റിയ കാര്യങ്ങളെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ഏറ്റവും പ്രധാനമായി നന്ദി രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ
വലിയ പിന്തുണ തൻ്റെ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചു എന്ന് ജഗദീപ് ധൻഖർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം കേന്ദ്രമന്ത്രിമാർ, MP-മാർ അവരെല്ലാം തനിക്കൊപ്പം സഹകരിച്ചു. ഈ യാത്ര ഒരു വലിയ അനുഭവങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ നൽകുന്നത് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് ഈ രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. എന്തായാലും ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും ഈ രാത്രിയിൽ വളരെ നിർണായകമായൊരു നീക്കം ജഗദീപ് ധൻഖറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ദൗർഭാഗ്യം എന്ന് പറയാം. അത് ആരോഗ്യകരമായ പ്രശ്നങ്ങളാലാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരുന്നത്. നന്ദഗോപൻ ഒരിക്കൽ കൂടി ചേരുന്നു. നന്ദഗോപൻ, ഈ വർഷം തന്നെ ആദ്യം ഛത്തീസ്ഗഡിൽ അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. അന്ന് കൃത്യമായി 2 വരികൾ പറഞ്ഞിരുന്നു. ഒന്ന്, നിർബന്ധിത മതപരിവർത്തനം ചെറുക്കണം. 2, നക്സലിസം വികസനത്തെ തടയുമെന്ന്. അതായത് സമൂഹത്തിൻ്റെ സുസ്ഥിരതയെ ബാധിക്കുന്ന ഏതൊരു വിഷയത്തെയും അദ്ദേഹം തൻ്റെ നിലപാടുകൾ ഉറക്കെ പറഞ്ഞ് വിമർശിക്കുമായിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും 1989 ജനതാദളിലൂടെ അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനം അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗപ്രവേശനം ചെയ്തപ്പോൾ മുതൽ അദ്ദേഹം ഇത്തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പുലർത്തിയിരുന്നത്. ഒരുപക്ഷെ അത്തരം കർശന നിലപാടുകൾ തന്നെയായിരുന്നു അദ്ദേഹം വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് ചുവടുമാറ്റാനുണ്ടായ കാരണമെന്ന് വേണം വിശേഷിപ്പിക്കുവാൻ. 89 അദ്ദേഹം ജനതാദളിലൂടെ വരുന്നു. പിന്നീട് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുന്നു. അതിനുശേഷം അദ്ദേഹം BJP-യിലേക്ക് എത്തുന്നു. BJP-യിലാണ് അദ്ദേഹം ഏറെ നാൾ ഉറച്ചു നിന്നതും പ്രവർത്തിച്ചതും. പ്രത്യേകിച്ച് കോൺഗ്രസിനെതിരെയൊക്കെ തന്നെ അദ്ദേഹം വലിയ രൂക്ഷ വിമർശനങ്ങളായിരുന്നു ഉയർത്തിയിരുന്നത്. കോൺഗ്രസിൻ്റെ ഏകാധിപത്യം, നെഹ്റു കുടുംബത്തിൻ്റെ ആധിപത്യം ഒക്കെ തന്നെ അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഈ കോൺഗ്രസ് വിട്ടു പോകാനുണ്ടായ കാരണവും. പിന്നീട് BJP-യിലെത്തിയപ്പോഴും അദ്ദേഹം ജനകീയ നേതാവായിരുന്നു. രാജസ്ഥാനിൽ ഇലക്ഷനിൽ അദ്ദേഹം വളരെ പ്രധാന പങ്കുവഹിച്ചു. അശോക് ഗെഹ്ലോട്ടിനെ മുഖ്യമന്ത്രിയാക്കാനൊക്കെ തന്നെ അദ്ദേഹം വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം അവിടെ കാഴ്ചവെച്ചു. അതാണ് തിരിച്ചറിഞ്ഞതും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞത് അങ്ങനെ രാജസ്ഥാനിൽ BJP-ക്ക് വേണ്ടി നടത്തിയ അത്തരം പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തെ സർക്കാർ പശ്ചിമ ബംഗാളിൻ്റെ ഗവർണറായി 2019 നിയോഗിക്കുന്നതും. ആ ഗവർണർ സ്ഥാനത്ത് അദ്ദേഹം എത്രമാത്രം കർശനമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു എന്നുള്ളത് അന്നത്തെ വാർത്താമാധ്യമങ്ങളിൽ ദിവസവും ജഗദീപ് ധൻഖറും അതേപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജി മുഖ്യമന്ത്രി ഗവർണർ പോരായിരുന്നു എല്ലാ മാധ്യമങ്ങളുടെയും ഹെഡ്ലൈൻസിലുണ്ടായിരുന്നത്. അതായത് വളരെ കർക്കശമായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. ആ നിലപാടുകളിൽ നിന്നും അദ്ദേഹം അണുവിട പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതായത് ഒരു തരത്തിലും രാഷ്ട്രഹിതത്തിന് അല്ലെങ്കിൽ നിയമത്തിന് യോജിക്കാത്ത, ഭരണഘടനയിൽ പറയാത്ത ഒരു കാര്യത്തിലും വിട്ടുവീഴ്ചയില്ല എന്നുള്ള നിലപാടിൽ അടിയുറച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് സമൂഹത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലും അദ്ദേഹം ഈ ഭരണഘടനാ പദവിയിൽ ഇരിക്കുമ്പോഴൊക്കെ തന്നെ വലിയ രീതിയിൽ അദ്ദേഹത്തിന് ശത്രുക്കളെ സമ്പാദിക്കേണ്ടി വന്നതും. മമതായും അതേപോലെ തന്നെ തൃണമൂൽ രാഷ്ട്രീയ പാർട്ടിയും ഒക്കെ തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിൽ മുദ്രാവാക്യം ഉയർത്തി തെരുവിൽ പ്രതിഷേധിച്ചതും അതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൊണ്ട് തന്നെയാണ് വർഗീയത, പ്രത്യേകിച്ച് ഇത്തരം ഈ ന്യൂനപക്ഷ വർഗീയത വളരെ വലിയ രീതിയിൽ അവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആളിക്കത്തിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യുവാൻ വേണ്ടി നടത്തിയ നീക്കങ്ങളെ ഗവർണർ എന്ന നിലയിൽ അദ്ദേഹം കൃത്യമായി എതിർത്തു, കൃത്യമായി ചൂണ്ടിക്കാണിച്ചു. അത്തരം രാഷ്ട്രീയ കലാപങ്ങൾക്കെതിരെ അദ്ദേഹം ശക്തമായ നിലപാട് സംസ്ഥാനത്തെടുത്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സർവകലാശാലകളെ TMC-യുടെ യുവജന സംഘടന, വിദ്യാർത്ഥി സംഘടന അവരുടെ പ്രധാന കേന്ദ്രമാക്കി മാറ്റുകയും ആക്രമണങ്ങൾ ഇത്തരം വിദ്യാലയങ്ങളിൽ നിന്നും അവർ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ വിദ്യാലയങ്ങളെ അക്രമമുക്തമാക്കണം, രാഷ്ട്രീയമാകാമെങ്കിൽ അതിൻ്റെ അതിപ്രസരമാകരുതെന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സർവകലാശാലയിലെ ഇത്തരം അനാവശ്യ രാഷ്ട്രീയ ഇടപെടലുകളെ അദ്ദേഹം കൃത്യമായി എതിർത്തു. സർവകലാശാലകളെ അല്ലെങ്കിൽ സർവകലാശാലയെ പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കുവാനുള്ള നീക്കത്തിനെതിരെ അദ്ദേഹം ശക്തമായ നിലപാടെടുത്തു. അതിൽ ഏറ്റവും ഒടുവിൽ സർക്കാർ ചെയ്തത് അദ്ദേഹത്തെ ഈ ചാൻസലർ സ്ഥാനത്ത് നിന്നും നീക്കുവാനുള്ള നിയമനിർമ്മാണം നടത്തി എന്നുള്ളതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഒരുപക്ഷെ കേരളത്തിലും തമിഴ്നാട്ടിലും തുടങ്ങുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ഗവർണർ പോര് തുടങ്ങി അല്ലെങ്കിൽ അതിന് അത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നത് അങ്ങ് പശ്ചിമ ബംഗാളിലായിരുന്നു. അത് ജഗദീപ് ധൻഖർ ഗവർണറായി ഇരുന്നിരുന്ന കാലഘട്ടത്തിലായിരുന്നു അത്തരം തീവ്രമായ പ്രശ്നങ്ങൾ അവിടെ നിലനിന്നിരുന്നത്, അല്ലെങ്കിൽ ഗവർണർ സർക്കാർ പോര് അവിടെ നിലനിന്നിരുന്നത് എന്ന് വേണം ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടത്. പിന്നീട് അദ്ദേഹം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ അദ്ദേഹം സഭയിലെ അംഗങ്ങളോട് കാണിക്കുന്ന അല്ലെങ്കിൽ പുലർത്തുന്ന സമീപനം അത് ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള CPM-ൻ്റെ MP-മാർ പോലും പല വേദികളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും കേരളത്തിലെ പല പരിപാടികൾക്കും ഈ CPM അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾക്കൊക്കെ ക്ഷണിക്കാനെത്തുന്നത് അല്ലെങ്കിൽ ക്ഷണിക്കാൻ പോകുന്നത് ജോൺ ബ്രിട്ടാസാണ്. ജോൺ ബ്രിട്ടാസും ഒക്കെ ആയിട്ട് വളരെ അടുപ്പം, അതായത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുമായി അദ്ദേഹം അടുപ്പം പുലർത്തിയിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം.
നമുക്കറിയാം ഓരോ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെയാണ് സദാനന്ദൻ മാസ്റ്ററെക്കുറിച്ച് ഇത്തരമൊരു കമൻറ്റ് പറയുവാൻ അദ്ദേഹത്തിന് ഇന്ന് രാജ്യസഭയിൽ സാധിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ 14ാമത്തെ ഉപരാഷ്ട്രപതി അദ്ദേഹം ഈ ഒരു സ്ഥാനം വിട്ടൊഴിയുമ്പോൾ ഇനിയുള്ളത് അദ്ദേഹത്തിൻ്റെ വിശ്രമ ജീവിതമായിരിക്കും. അദ്ദേഹത്തിൻ്റെ ശാരീരിക അവശതകൾ മാത്രമാണ് ഇത്തരമൊരു രാജിക്കത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനം ഉപേക്ഷിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പലതവണ കഴിഞ്ഞ ഈ ഡെറാഡൂണിലെ പരിപാടിയിലും സമാനമായ രീതിയിൽ ഏറ്റവും അടുത്ത് ഈ ഡെറാഡൂണിൽ കഴിഞ്ഞ 6-ാം തീയതി നടത്തിയ പരിപാടിയിൽ അദ്ദേഹം കുഴഞ്ഞു വീഴുകയുണ്ടായി. അതിനു മുമ്പേ 2 പരിപാടികളിൽ അദ്ദേഹം കുഴഞ്ഞു വീഴുകയുണ്ടായി. ശരിയാണ്, ആരോഗ്യപരമായ കാരണങ്ങളാലാണ് അദ്ദേഹത്തിൻ്റെ രാജിയെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങളൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. പക്ഷേ കീപ് ദ സ്പിരിറ്റ് അത് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു. അതാണ് ഇന്ന് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിച്ചത്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപനും ഗൗതം അനന്തനാരായണനും.